ഹായ് ഓൾ! എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം ഇവിടെ സാമ്പാർ പരിപ്പ് നമുക്ക് കഴുകി കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണേ. ഒരു വിസിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഇത്രയും വെജിറ്റബിൾസൊക്കെയാണ്. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം നമുക്ക് കടുകിടാം, ഉലുവ, പിന്നെ കുറച്ച് ജീരകം അതും പൊട്ടിയതിന് ശേഷം നമുക്കൊരിച്ചിരി വറ്റൽ മുളക് ഇടണേ. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം ചെറിയുള്ളിയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഇതിലേക്കിട്ട് ഇങ്ങനെ വഴറ്റി വഴറ്റി എടുക്കണം. കാരണം വെജിറ്റബിൾസൊക്കെ ഇച്ചിരി ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ആ സാമ്പാർ പരിപ്പ് വേവിക്കുമ്പോൾ ഒരുമിച്ചിടാം. പക്ഷേ അത് ഇടുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് വെന്തുടഞ്ഞു പോകും. അപ്പം നമുക്ക് അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടി ഇച്ചിരി കഷ്ണങ്ങൾ ഇച്ചിരി പീസായിട്ട് കിടക്കാൻ വേണ്ടിയാണ് സാമ്പാറിൽ ഇങ്ങനെ നമുക്ക് വഴറ്റിയെടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അതിനുശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഈ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ വഴറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പച്ചച്ചുവ തോന്നിക്കും കേട്ടോ. അതുകൊണ്ടാണ് നല്ലപോലെ നമുക്ക് വഴറ്റണമെന്ന് ഞാൻ പറയുന്നത്. പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കേരളം ഹെർബ്സ് ആൻഡ് സ്പൈസസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ. ഇവരുടെ നല്ല കേട്ടോ എല്ലാ സാധനങ്ങളും ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം അവരുടെ ഉപയോഗിച്ച് നോക്കി. നല്ല അടിപൊളി കേട്ടോ. എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സാധനം കേട്ടോ അവർ കൊടുക്കുന്നത്. നമ്മളത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഗൂഗിളിൽ നിങ്ങൾക്ക് കേരളം ഹെർബ്സ് ആൻഡ് സ്പൈസസ് എന്ന് വെച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവരുടെ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും കാണും. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഓൺലൈനായിട്ട് എത്തിച്ചു തരും. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പം വാളംപുളിയുടെ നീരാണ് ഒഴിച്ചത്. പിന്നെ നമ്മൾ പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ചില്ലേ, അതും ചേർത്ത് നല്ലപോലെ ഇളക്കുക. പിന്നെ ഇച്ചിരി കായത്തിൻ്റെ കുറവുണ്ടായിരുന്നേ, ഞാനപ്പോൾ ഇച്ചിരി കൂടെ കായപ്പൊടി ഇടുവാണ്. അത് കഴിഞ്ഞ് ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി ഇച്ചിരി കറിവേപ്പില ഇട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് നേരം വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവുന്നവരെ ഒന്ന് അടച്ച് വയ്ക്കാവേ. അപ്പോൾ ഇപ്പോൾ എല്ലാം നല്ലപോലെ വെന്ത് കാരണം ഇത് ഉടഞ്ഞു പോകത്തില്ല നമ്മളിങ്ങനെ വേവിച്ചെടുത്താൽ. കുക്കറിൽ വെച്ചാൽ ചിലപ്പോൾ ഇത് ഉടഞ്ഞു പോകും. പിന്നെ ഞാൻ ഇച്ചിരി കൂടെ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. കണ്ടോ സാമ്പാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണ്ടേ. അല്ലെങ്കിൽ കുറുകി പോയി കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം ഇരുന്നാൽ കുറുകും ചെയ്യും. അതുകൊണ്ടാണ് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഈ കൺസിസ്റ്റൻസിയിലാക്കി വെക്കണേ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില ഇടുക. പിന്നെ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ചേർത്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗീ ആണ്. 1 ടീസ്പൂൺ ഗീയും കൂടെ ചേർക്കുക. അത് കഴിഞ്ഞ് അവസാനം കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് മല്ലിയില ഇട്ട് അടച്ച് വയ്ക്കാം നമുക്ക്. നമ്മുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട്